ഹലോ. അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നല്ല റെസ്പോണ്ട് ഉണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ എടുക്കാന്ന്. അറിയില്ല കേട്ടോ. ഇപ്പൊ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ എണീറ്റു. ഇന്ന് പിള്ളേർക്ക് രണ്ടിനും പനിയും ജലദോഷം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണ്ട. പിന്നെ നമ്മുടെ റൈസിനെ കുറിച്ച് പിന്നെയും പിന്നെയും എൻക്വയറി വരാറുണ്ട് കേട്ടോ. അത് ബ്രൗൺ റൈസ് ആണ്. ഇത് നല്ല റഫ് ആയിട്ടുള്ള അരി, അതായത് ഇങ്ങനെ ഫുള്ള് തവിടായിട്ടുള്ള അരി കേട്ടോ. അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ കളറൊന്നും കഴുകിയാലൊന്നും വരില്ല. നന്നായി തിളച്ചാലാണ് ചെറിയൊരു റെഡ് കളർ വരിക. അതുപോലെ തന്നെ ഇതില് നല്ല എന്താ പറയാ ബ്രൗൺ റൈസ് ആണ്. അതായത് നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ നിലാ സെർവ്സിലുണ്ട് കേട്ടോ ബ്രൗൺ റൈസ്. അപ്പൊ ഞാനും അതന്നെയാണ് സെയിം യൂസ് ചെയ്യണത്. എന്റെ വീഡിയോസ് കാണുമ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കലുണ്ട്. അപ്പൊ ദേ അരിയൊക്കെ കഴുകി ഒരു 3 തവണയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി എന്ന് പറഞ്ഞാല് പിള്ളേർക്ക് രണ്ടിനും സ്കൂളിലേക്ക് പോണ്ടാത്തത് കൊണ്ട് പതുക്കെ ചെയ്താൽ മതി. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ ദേ ജീരക വെള്ളാട്ടോ ഒന്ന് കുടിക്കണത്. അപ്പൊ അത് കുടിക്കണ്ടേ, പക്ഷെ ഇരുന്ന് കുടിക്കാനുള്ള സമയമില്ല. നമുക്ക് പണി തീർത്തിട്ട് ജിമ്മിൽ പോണം. പിന്നെ ഇന്ന് പകൽ കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഞാന് നമ്മുടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ നമുക്കിന്ന് ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അമ്മു എന്താണെങ്കിലും കഴിക്കൂട്ടോ. അമ്മുവിന് അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. അവള് ഭയങ്കര നമുക്ക് കൈകാര്യം ചെയ്യാനും ചെറുപ്പം മുതലേ അങ്ങനെ എന്ത് കൊടുത്താലും കഴിക്കും. ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവള് എന്ത് കൊടുത്താലും ഇപ്പൊ അമ്മ ഇന്ന് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയും. പണ്ടും അങ്ങനെ തന്നെയാട്ടോ. പക്ഷെ പാറു അങ്ങനെയല്ല. പാറുവിന് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അമ്മുവിന് ഇഡലി കുഴപ്പമില്ല. അപ്പൊ ഞാൻ പിന്നെ ഇഡലി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ പാറുവിന് പിന്നെ ഒന്നില്ലെങ്കിൽ നേരത്തെ എണീക്കുകയാണെങ്കിൽ ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തോളും ദോശ. അല്ലെങ്കിൽ ഞാൻ വന്നിട്ടാണെങ്കിലും മതി. പിന്നെ ദേ നമ്മുടെ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാനായിട്ട്. അപ്പൊ അതവിടെ അതിന്റെ സവാള അങ്ങനെ വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദേ നമ്മള് ഒരു തട്ടിൽ 2 തട്ടാക്കിയിട്ട് നമ്മള് ഇഡലിക്കുള്ളത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് നമ്മള് കുക്കറിലിട്ട് ഓൾറെഡി വേവിച്ചു. ഇനി അതൊന്ന് വഴറ്റി നമ്മള് ചെറിയൊരു ഉപ്പേരി, അതായത് ഇങ്ങനെ വല്ലാണ്ട് ചാറ് മാതിരി അല്ലാണ്ട് കുറച്ച് തോരൻ മാതിരി വെക്കുന്നത് ഇവിടെ ഇഷ്ടം ഗ്രീൻ പീസ്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടനൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കുക. ഇഷ്ടം അതാണ്. സവോളയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുത്തിപ്പൊടിച്ച മുളകില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ ഈ ഗ്രീൻ പീസ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ച് പാറുവിന് മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇന്നത്തെ കഴിപ്പൊക്കെ കണക്കായിരിക്കും. കാരണം എന്താ വെച്ചാല് നല്ല ജലദോഷം. ഇന്നത്തെ ഈ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാല് പിള്ളേർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അമ്മൂനൊക്കെ വിശക്കുകയാണെങ്കിൽ അവള് കഴിക്കും കുറച്ച് കഴിയുമ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഈ ചോറ് എന്ന് പറഞ്ഞാല് കുറച്ച് സമയം എടുക്കെങ്കിലും നമുക്ക് ചിലർക്ക് കഴിച്ച് വരെ സെറ്റ് ആവാൻ കുറച്ച് പാടാവും. പക്ഷെ സെറ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇവിടെ ഇപ്പൊ പിള്ളേരും ഒക്കെ അതാ കഴിക്കണത്. നമ്മുടെ ബ്രൗൺ റൈസ് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പരിപ്പും തക്കാളിയും കൂടി ഒന്ന് ചാറ് മാതിരി തേങ്ങ അരച്ചിട്ട് കടുക് പൊട്ടിച്ച് വെക്കില്ലേ, അപ്പൊ അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചക്കേക്കൊരു ചാറ് കറി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പാറുവിന് ദോശ ഉണ്ടാക്കിയിട്ടില്ല, ചേട്ടനും ഉണ്ടാക്കാൻ പറഞ്ഞു. തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയിട്ട് ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട്, ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാറുവിന് കുറച്ച് ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് തോരനും പിന്നെ ഇഡലി കൊണ്ടിട്ട്. ഇനി നമുക്ക് പോയിട്ട് ജിമ്മിലേക്ക് പോകണം. അപ്പൊ പിള്ളേര് ഞാൻ ജിമ്മിക്ക് ഡ്രസ്സ് വാങ്ങുന്ന നേരത്ത് എണീറ്റുണ്ടായിരുന്നില്ല. എന്റെ ക്യാമറയുടെ ട്രൈപോഡിന് എന്തോ പറ്റി. ക്യാമറ എന്നിരുന്ന് ഷൂ എന്നിട്ട് താഴത്തേക്ക് പോയി. ഇതന്നെ പണി എനിക്കായിരുന്നത് ഇന്ന് ഫുള്ള്. പിന്നെ പിള്ളേർക്ക് പോവാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുമ്പോ ഇത്രയും ആളിങ്ങനെ തന്നെ കുഴഞ്ഞു കുഴഞ്ഞു താഴത്തേക്ക് വരും. അപ്പൊ ദേ ഞാൻ ജിമ്മിലേക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ എണീറ്റു. ചേട്ടൻ ഇപ്പൊ നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ, എന്നെ കൊടന്നാക്കി തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോക്കുമ്പോണ്ട് ഇപ്പൊ 6 മിനിറ്റ് വരുന്നു. അപ്പൊ പിന്നെ ചേട്ടൻ പറഞ്ഞു സാരില്ല ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാല് ആള് വന്നിട്ട് പിന്നെ അങ്ങനെ കിടക്കലൊന്നുമില്ല. ആൾക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് അതൊക്കെ ചെയ്യാൻ നിക്കും. അപ്പൊ പാറു പല്ലൊന്നും തേച്ചിട്ടില്ല. എണീറ്റ് നേരെ ഹെൽമെറ്റ് ഇട്ട് വരികട്ടെ. നമ്മൾ ഈ പാറുവിന് ഹെൽമെറ്റ് ഓൺലൈനിൽ മേടിച്ചേട്ടാ ആമസോണിൽ നിന്ന് കുറെ കാലമായിട്ടോ. എവിടേക്ക് വേണമെങ്കിലും ചേട്ടൻ ആരാണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാണ്ട് ആൾ കൊണ്ടുപോയില്ല ബൈക്കില്. അതുകൊണ്ട് തന്നെ പാറുവിന് ഞങ്ങള് ബൈക്കിൽ ഇരിക്കാറായപ്പോ തുടങ്ങി ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയിട്ട്. എത്തിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്റെ വാമപ്പ് വർക്കൗട്ടുകളും കുറച്ച് കാർഡിയോ കുറച്ച് ആപ്സിനുള്ള വർക്കൗട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്കിന്ന് എന്താ പറയാ വർക്കൗട്ട് സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും ചെയ്യണം. അപ്പോ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഏറ്റവും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുഡ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്താലും അതിന്റെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല ബെനിഫിറ്റ് അതാവണമെങ്കിൽ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇത്രയും കാലം ജിമ്മിൽ പോയിട്ടും ഫുഡ് കഴിച്ചിട്ടും നിയന്ത്രിച്ച ആ ഒരു ഇതിലും എന്റെ അനുഭവം കൊണ്ട് പറയാട്ടോ, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് പക്ക കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും നല്ല റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ.
അപ്പൊ അതുകൊണ്ട് തന്നെ ജിമ്മില് പോണ്ടെന്ന് വിചാരിച്ചിട്ട് വാരി വലിച്ച് അൺഹെൽത്തി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. ജിമ്മിന് പോകണ്ടല്ലോ, നമുക്ക് എന്ത് വേണേലും കഴിക്കാം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നമ്മൾ മാറ്റണം കേട്ടോ. എനിക്ക് ബാക്കും ബൈസായിരുന്നു. അപ്പൊ അതങ്ങനെ കഴിഞ്ഞ് നല്ലൊരു സ്ട്രെച്ചിങ്ങും കഴിഞ്ഞ് ദേ ഇറങ്ങാൻ പോവാ. അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചില്ല. കാരണം വെച്ചാല് ആളവിടെ പാറുമായിട്ട് യുദ്ധമട്ടിലായിരിക്കും. പിന്നെ വയ്യാത്തത് കൊണ്ട് തന്നെ ആള് ഒരു സുഖമില്ലാണ്ട് ഇരിക്കുക പാറു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഞാൻ അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടെന്ന് നടന്നു പോകാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മുടെ അതേ തോട്ടിൽ കൂടെ പോണേ നല്ല അത്യാവശ്യം മഴ കുറഞ്ഞെങ്കിലും വെള്ളം ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഇത്തിരി ഇഷ്ടമൊക്കെ തന്നെയായിട്ട് അങ്ങനെ പോവാൻ. വെള്ളത്തിലൊക്കെ ചവിട്ടി ചവിട്ടി പോവാലോ. നല്ല വെള്ളം വരുമ്പോഴേ നമുക്ക് പഴയ ചെരുപ്പൊക്കെ കാലുമൊന്നും പോകും. അപ്പഴേക്കും ഞാൻ വരുമ്പതേ ഇവിടെ പാറുവിന് ഇഡ്ഡലി കൊടുത്താണ് ചേട്ടൻ. അവള് ഇഡ്ഡലി വലിയ പിടുത്തമില്ലാത്ത, പക്ഷെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അവള് തേങ്ങാപ്പാൽ ഉണ്ടാക്കി പാറുവിന് ഇഡ്ഡലി കൊടുത്തിട്ടുണ്ട്. ഞാൻ അമ്മൂനെ പോയി നോക്കിയപ്പോ അമ്മു നല്ല മുടി പോയിച്ച് കിടക്കാൻ. ഇന്നലെ ഫുള്ള് തുമ്മലും ജലദോഷം, കണ്ണൊക്കെ കെട്ടിയിട്ട് കിടന്നുറങ്ങണേട്ടോ. നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. പനി അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷെ എന്താ പറയാ, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പാറുവിന് വേഗം കുടിപ്പിച്ചു കൊടുന്നു കേട്ടോ. നമുക്ക് പിന്നെ ചേച്ചിയുടെ അടുത്ത് പോവാൻ, ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ച് കിടക്കുന്നല്ലോ. അങ്ങനെ ദേ എന്റെ വേ പ്രോട്ടീൻ എടുത്തു ട്ടോ. അപ്പൊ അതാണ് ആദ്യത്തെ പരിപാടി. ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറയാണ്ട് നിനക്ക് അറിയാലോ ഇവിടെ ജിയോ മച്ചാന്റെ പ്രാന്തുള്ളവരാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ ന്യൂസ് വെക്കാൻ വെച്ചാലും പാറും സമ്മതിക്കില്ല ജിയോ മച്ചാനെ വെക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വാശി പിടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ച് പിന്നെ ഞാൻ എന്റെ പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞങ്ങള് 11:30 ആയപ്പോ ഞാൻ ചേട്ടനും കൂടി ഇറങ്ങിയിട്ട്, ചേട്ടനെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ റുട്ടീൻ ചെക്കപ്പ്. അപ്പൊ അതിന്റെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോണതാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ നെസ്റ്റോയില് കയറി. കാരണം നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് അവിടെ നിന്ന് മേടിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നെസ്റ്റോ കേറി ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഉച്ച സമയം ആയതുകൊണ്ട് അവിടെ സാലഡ് നമുക്ക് സ്വയം പ്രിപ്പയർ ചെയ്തെടുക്കാമല്ലോ സാലഡ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു ചേട്ടനോട്, ഞാനതൊരു ബൗൾ എടുക്കട്ടെ, എന്തായാലും ചൂണ് കഴിക്കാൻ പോകല്ലോ. അപ്പൊ അതിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇനി സാലഡ് കുക്കുമ്പറൊന്നും അരിയാൻ നിൽക്കണ്ടല്ലോ, നേരം വൈകുന്നു. അത് 1:20 ആയി. അങ്ങനെ ദേ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസ്, ഞാൻ അവിടുത്തെ മയോണൈസ് മിക്സ് ഒന്നും എടുക്കാറില്ല കേട്ടോ. അത് ഞാൻ കഴിക്കാറില്ല. മയോണൈസും തീരെ ഞാൻ കഴിക്കില്ല, പണ്ടേ കഴിക്കാറില്ല കേട്ടോ. അതുപോലെ സോസ് എനിക്ക് തീരെ ഇഷ്ടമില്ല. കണ്ണിന് നേരെ കാണാത്ത ഇഷ്ടമില്ലാത്ത സാധനം. എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ സോസ്. ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ ഒന്ന് നാവുമ്മ തൊട്ട് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ ചേട്ടന് കുറച്ച് വർക്ക് വന്നു അതിന്റെ ഇടയിൽ. അപ്പൊ ആള് വണ്ടി ഒന്ന് സൈഡാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സാലഡൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തു. മാങ്ങ ഉണ്ടായിരുന്നു, പഴുത്ത മാങ്ങ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ കുക്കുംബർ, പിന്നെ നമുക്ക് ക്യാബേജും ക്യാപ്സിക്കവും 3 കളറുള്ള ക്യാപ്സിക്കില്ല, അത് മിക്സ് ഉണ്ടായിരുന്നു. ഒക്കെ കൂടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതില് മധുരമുള്ളതും മധുരമില്ലാത്തതൊക്കെ കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്കൊന്ന് സെപ്പറേറ്റ് എടുക്കാറുന്നില്ല, ആൾക്ക് ഈ മധുരം ഇഷ്ടമില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ആയപ്പോ ആകെ മധുരമായി. മധുരം മീൻസ് ഫ്രൂട്ട്സിന്റെ മധുരമാണ്. പഴുത്ത മാങ്ങ ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് വാട്ടർമെലൺ, അങ്ങനെയൊക്കെ കൂടി ആയപ്പോഴും പിന്നെ പഴുത്ത പേരയ്ക്ക, അതിന്റെ കൂടെ കുക്കുംബർ, സാലഡ്, അത് ഇതൊക്കെ കൂടി മിക്സ് ആയി. അങ്ങനെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഇതാണ് എന്റെ ലഞ്ച്. അപ്പൊ ഞാൻ വേറെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ നമ്മുടെ ഫൈബറും കാര്യങ്ങളും എടുത്തില്ല. അതായത് നമ്മൾ പച്ചക്കറി അരിഞ്ഞൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഒരു ഭാഗം മറ്റേ പച്ചക്കറി വണ്ടി മറിഞ്ഞ മാതിരി ആയിരിക്കും എന്റെ പ്ലേറ്റില്. പക്ഷെ ഇന്നിപ്പോ ഞാൻ അത്യാവശ്യം കഴിച്ച, ശരിക്കും പറഞ്ഞാൽ ചോറ് വിശപ്പും വയറ് നിറഞ്ഞു. ഇത് ഞാൻ ആ ബൗള് കുറച്ച് ചേട്ടൻ കഴിച്ചു കേട്ടോ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും പിന്നെ നമ്മൾ ആ കറക്റ്റ് നേരത്തെ കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കും. വിശക്കണ നേരത്ത് നമ്മൾ എന്തെടുത്തിനാ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ അതാത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റ് ലോസിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ നമുക്ക് വിശക്കണില്ല, ചിലപ്പോൾ ഞാൻ വൈകുന്നേരത്തെ സ്കിപ്പ് ചെയ്യാറുണ്ട് വിശപ്പില്ലെങ്കിൽ. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അത്യാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ട്. ചിലപ്പോൾ ഡിന്നറാണ് മിക്കതും ഞാൻ സ്കിപ്പ് ചെയ്യാറ്. എന്തെങ്കിലും എനിക്ക് വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ ഒരു കോഫി, ചിലപ്പോൾ എനിക്ക് കോഫി തലവേദനയോ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യും. പിന്നെ അങ്ങനെയാണ് വരാൻ പോണത്. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്.
അപ്പൊ ഞാൻ ദേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ അമ്മും പാറും ഞങ്ങൾ വരുമ്പോഴേക്കും കഴിച്ചു. ചേട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് ട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ വിശേഷം. ഹലോ, അപ്പൊ ഇന്ന് ആകെ തിക്കും തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ദേ ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടേ നമ്മളിങ്ങനെ കവറിൽ ഇങ്ങനെ ഓരോ പീസും ഞാൻ പറയാറുണ്ട് വീഡിയോയിലൊക്കെ, അതായത് മധുരമാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നേരെ നമ്മളത് ഫ്രീസറിലേക്ക് വെക്കും. അപ്പൊ പിന്നെ അങ്ങനെ വെക്കുമ്പോഴത്തെ പ്രശ്നമല്ല, നല്ല ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ ആ ഒരു ഒറ്റ പീസ് എടുക്കേണ്ട കാര്യമുള്ളൂ. അതായത് എല്ലാം കൂടി എടുത്ത് വെള്ളത്തിലിടുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സുഖമാണ്. അപ്പൊ ഇപ്പൊ കഴിയാറായിട്ടാ ഞങ്ങളിപ്പോ നെസ്റ്റോന്ന് കൂടുതൽ കഴിക്കുന്നത്. മുട്ടക്കടയിൽ നിന്നായിരുന്നു മുട്ട മേടിച്ചിരുന്നത്. ഇപ്പൊ ഭയങ്കര റേറ്റ്. അപ്പൊ 7 രൂപ മുട്ടക്കടയില്, നെസ്റ്റോല് വന്നിട്ടുണ്ട് 6 രൂപ. അപ്പൊ 6 ചില്ലറ. അപ്പൊ നെസ്റ്റോന്ന് മേടിച്ചു. പിന്നെ മേടിക്കുന്ന നെസ്റ്റോന്ന് എന്താ പറയാ പലചരക്ക് മാസത്തിൽ ഒരിക്കൽ മേടിക്കും. അത് ചിലപ്പോ നെസ്റ്റോന്നല്ല കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. ചിലപ്പോ സ്മാർട്ടേ പോവും. പിന്നെ ഈ ചിക്കൻ മേടിക്കുക. ചിക്കന്റെ എന്താ പറയാ ബ്രസ്റ്റ്, ചിക്കൻ ബ്രസ്റ്റ് മേടിക്കുന്നത്. അതാണ് മെയിനായിട്ട് മേടിക്കുക. അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങള്. പിന്നെ ഇന്ന് കൂടുതൽ വെക്കാനൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഒക്കെ വോയിസ് ഓവർ ആയിരുന്നു കാലത്തൊട്ട്. കാരണം എന്താ വെച്ചാല് ആകെ തിരക്ക. പിന്നെ ആണെങ്കിൽ പാറു വയ്യാണ്ടായി ഞങ്ങൾക്ക് അറിയാലോ, പിള്ളേര് സുഖണ്ടാവില്ല. ഞാൻ വിചാരിച്ച അമ്മൂനെ അടുത്ത് മുട്ടില്ലാന്ന്. പക്ഷെ ആശുപത്രിയിൽ പോകുമ്പോ എന്താണ് അവൻ അമ്മൂന്റെ അടുത്ത് നീങ്ങി കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അപ്പൊ ഇനി ഇത് വേഗം വെച്ചിട്ട് ഇരിക്കണം. അവള് ഇങ്ങനെ ഗിരി വെച്ചിട്ട് നിക്കണം. വയ്യാണ്ടായി നമുക്ക് ചെറുതില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിള്ളേർക്ക് മൂക്കടഞ്ഞിട്ടും പനിയൊന്നുമില്ല കേട്ടോ. രണ്ടാൾക്കും പനി കാര്യമായിട്ടില്ല. പക്ഷെ ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെ മൂക്കടഞ്ഞിട്ട് മൂക്കിട്ടുള്ളി മരുന്ന് കഴിക്കുന്നൊക്കെ. പിന്നെ അമ്മ ആവി പിടിക്കണ്ടേ. അമ്മൂന് കണ്ണ് കുറിച്ചിലും അതൊക്കെ കൂടുതലുള്ളത് നമുക്ക് അറിയണല്ലോ, അലർജിയുടെ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ട് അങ്ങനെ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടേ എന്തോ പ്രശ്നം പറ്റിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ കറക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേറെ വല്ലവരും എങ്ങനെയും എടുക്കാവോ? ഞാൻ കറക്റ്റ് ആക്കി വെക്കാറ്. കാരണം പിന്നെ പ്രാവശ്യം കിടന്ന് കുച്ചി പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ അമ്മൂനെ പാല് പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് പിടിക്കണതിന്റെ ഇടയിലാണ് അവള് വന്നപ്പോ അവൾക്ക് ആവി കൊടുക്കുന്നത്. തീരെ ചേച്ചിയുടെ കൂടെ ഇരിക്കുക ആവി പിടിക്കാൻ. ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് റോൾ ചെയ്യാ. അങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും. ഇതിനൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ എന്റെ ബുദ്ധിക്ക് പറ്റിയത് ചെയ്യണമെന്ന് മാത്രം. എന്നിട്ട് ഇതിന്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വിടർത്തിയിട്ടേ ഇതിങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്യാ. പിന്നെ ഞാൻ ലാസർസിൽ പോയിട്ടോ. കാരണം വെച്ചാൽ അവിടെ കുറച്ച് നമുക്കൊരു ജർമ്മനിക്കുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടായിരുന്നു. നമ്മള് ബൾക്ക് ഓർഡർ ഉണ്ടാവുമ്പോഴേ നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ടെങ്കിലും നമ്മള് മുൻകൈ എടുത്തിട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാല് സോറി കേട്ടോ, പിള്ളേരുടെ എനിക്കും എന്ത് തോന്നിയിട്ടാ. അപ്പൊ ബൾക്ക് ഓർഡർ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മള് നേരെ പോയി നമ്മളെല്ലാം മുൻകൈയിട്ട് നിർത്തി കറക്റ്റ് ആയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യും. കാരണം വെച്ചാല് എന്തെങ്കിലും അത് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് അതില് എന്തെങ്കിലും പശുവിനൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അത് ഫുൾ വില ഉണ്ടാവുന്ന വെച്ചിട്ടാണ്. അങ്ങനെ നമ്മള് ഒരു കവറിലേക്ക് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ബീഫിന്റെ ലിവർ ആട്ടോ. ഞങ്ങൾ വല്ലപ്പോഴും 2-3 മാസം കൂടുമ്പോ മേടിക്കലുണ്ട് ബീഫിന്റെ ലിവർ. ഇത് രണ്ടും നമുക്ക് ഫ്രീസറിൽ കിട്ടിയിട്ട് നാളെ വെക്കാനായിട്ടാ. എന്ത് പറയാൻ, പിള്ളേരെന്ന് നല്ല ജലദോഷം കൂടെ പോകുന്നു കേട്ടോ. തലവേദനയാണ് ആദ്യം വന്നത് എനിക്ക്, നല്ല തലവേദന. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കാപ്പി ഉണ്ടാക്കി. മധുരടാണ്ടാണ് കേട്ടോ. കാപ്പി ഉണ്ടാക്കിയിട്ട് 1 കപ്പ് കാപ്പി ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എന്നതാണ് വൈകുന്നേരം ഒരൊറ്റ കപ്പ് കാപ്പി ഞാൻ ഒതുക്കിയിട്ട് എനിക്ക് ഭയങ്കര തലവേദന. ആകെ ഒരു ചടപ്പ് മാതിരി, ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിപ്പൊളിയണ മാതിരി. അപ്പൊ ഞാൻ മരുന്ന് വൈകുന്നേരം കഴിക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ എടുത്ത് ഇടയിലൊന്നും എടുത്ത് കഴിക്കണ്ടെന്ന് വെച്ചിട്ടേ അങ്ങനെ കുറെ നേരം അവിടെ ഇരിക്കായിരുന്നു. പിന്നെ ഇടയിൽ കുറെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ തലവേണ്ട ഇടയിൽ കൂടെ അത് നോക്കിയിരുന്നിട്ടൊക്കെ ലാപ്പിൽ നോക്കിയിരുന്നിട്ടും അതും ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ അമ്മമാർക്കൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വേറെ പണികളും എടുക്കല്ലേ. അപ്പൊ ഞാൻ നേരെ പോയി കാപ്പി കുടിച്ചപ്പോ ഇത്തിരി ഉഷാർ കിട്ടി. അപ്പൊ ഞാൻ നേരെ പോയി അടിച്ചു വരാം. അപ്പൊ അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ട് ട്രൈപോഡ് ഇങ്ങനെ ഒരു നാടുണ്ട്, എന്തോ പറ്റിയിരുന്നു. ഞാൻ ഇന്ന് നേരെ ആക്കണം, സമയം കിട്ടിയിട്ടില്ല. ഞാൻ എന്തോ ഒരു സ്ക്രൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ടിപ്പ് കൊടുക്കണ്ട. അപ്പൊ അവിടെ കുറച്ച് അവറുണ്ട് കേട്ടോ. അപ്പൊ അവനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു കേൾക്കൂട്ടാ, നല്ല കുട്ടിയാ ടിപ്പ്. അപ്പൊ ഞാൻ അവനോട് മോനെ നീ അപ്പുറത്തൊന്ന് പോയി കിടക്കടാന്ന് വെച്ചാൽ ആളെ എനിക്ക് പോയി നോക്കിയോളൂ കേട്ടോ.
പക്ഷെ ഒരു കാര്യണ്ട്. അമ്മും പാറും ഞാൻ അടിച്ച് അമ്മും പാറും ടിപ്പും പാറും നമ്മുടെ കിളിക്കൂട ഞാൻ പറയാൻ മറന്നു. ഇപ്പൊ സൂചിമുഖിയുടെ കിളിക്കൂട തൂങ്ങിയെടുക്കണ. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് അത് വേറെ പക്ഷി. അങ്ങനെ അപ്പൊ ഞാൻ ടിപ്പിനോട് അവിടെ പോയി കിടക്കാൻ പറഞ്ഞപ്പോ ആള് നല്ല കുട്ടിയായിട്ടാണ് മാറി. ഞാൻ ഇവിടെ കിടന്നിട്ട് നിനക്ക് അടിക്കാൻ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ആള് വേഗം പോണുണ്ട്. പറഞ്ഞാലൊക്കെ കേൾക്കൂട്ടെ. ആള് നല്ല ഡീസന്റ്. പിന്നെ അത്യാവശ്യം നല്ല വയസ്സായല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പക്വത അവനുണ്ട് വയസ്സായല്ലോ. കുട്ടിക്കളിയൊക്കെ മാറി. അതിനുമാരും ദേ വരുന്നെടുത്തത്. ഇവര് രണ്ടിലും ആരെങ്കിലും ഒരാള് ഞാൻ അടിച്ചു വരുമ്പോ അതിന്റെ നടുവിൽ നിൽക്കും. എന്നിട്ട് ഈ ചവറ് മുഴുവൻ കാലും മേത്തേക്കാണ് വീഴുക. അത് എന്നുള്ളതാട്ടാ. ഞാൻ ഓടിപ്പിക്കും എന്നിട്ട് അടിച്ചു വരുന്നതിന്റെ ഇടയില്. പിന്നെ ഇപ്പൊ മറ്റേ തേരട്ടില്ലേ പുഴു, അതുള്ള കാരണം പേടിയാ. അത് അധികം നിക്കില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോ പാറുവിന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ നല്ല നമ്മുടെ ചെറിയ പൊടിയരിയില്ലേ അതിന്റെയും അതും, പിന്നെ നമ്മുടെ വീട്ടിൽ ഞാനിവിടെ എപ്പോഴും ഇട്ട് വെക്കാറുണ്ട്, വെള്ളത്തിൽ കുതിർത്തി വെക്കും നമ്മുടെ ചെറുപയർ, അതും കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കഞ്ഞിയാക്കി കൊടുത്തു കേട്ടോ. ഞാൻ ദേ ഇവിടെ ഒരു സൈഡായിട്ടാ. എനിക്ക് പണികള് കാര്യം നമ്മൾക്ക് തലവേദന പനിയൊന്നും വീട്ടിലാണ്. നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ നമ്മളൊക്കെ എപ്പ കിടന്നു ചോദിച്ചാൽ മതി, മൂടി വെച്ചത് അവിടെ എവിടെയെങ്കിലും കിടക്കണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. ഇവിടെ നമ്മൾ തന്നെ എടുക്കണം നമ്മുടെ പണി. അതുകൊണ്ട് തന്നെ അടിച്ച് വാരി പാറുവിനൊന്ന് മേല് കഴിച്ച് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു സൈഡ്. എനിക്ക് ഭയങ്കര തലവേദന കേട്ടാ. എനിക്ക് ഒന്ന് നാളേക്ക് സെറ്റ് ആവാനാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര തലവേദന. അപ്പൊ ഞാൻ പാറു പിന്നെ എന്താന്നറിയില്ല, അവൾക്കൊന്ന് ഭേദായി. അപ്പൊ അവളത് കാർട്ടൂണൊക്കെ കണ്ട് അവൾ ഒതുങ്ങി അവിടെ പോയി. നമ്മളെ ശല്യം അധികം ആക്കണില്ലേ, പാവം എന്നെ അധികം ശല്യം ചെയ്തില്ല കേട്ടോ. വീണ്ടും വിശന്നു. പാറു ദോശ കഴിക്കുന്നു. വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അടുക്കളയൊക്കെ ഒതുക്കി വെച്ച് പോയതായിരുന്നു. ദോശ വേണമെന്ന് പറഞ്ഞു. ഇതേ ദോശ കഴിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇത് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഞങ്ങള് ചിലപ്പോ പനിയായിട്ട് കിടക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദോശ അതേവിടെ നല്ല റോസ്റ്റായി റെഡ് കളറായി. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബൈ 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 ബൈ. ലവ് യു. ഉമ്മ പറയും. അങ്ങോട്ട് ബൈ.